ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. മറ്റേ കേബിൾ അതിന്റെ കൂടെ ചെറിയൊരു ക്ലാപ്പൂടെ ഉണ്ടേ. അത് കേബിൾ അല്ലോ ഈ ബെൻഡ് ഉള്ളതെന്ന് അറിയാൻ വയ്യ, എയർ ഒട്ടുമില്ല. അപ്പൊ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നത് 2023 നമുക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഡിലേ വന്നു. അത് സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2024 ആദ്യത്തെ ഒരു വീഡിയോ ഇടാൻ പോകും. അപ്പോൾ നമ്മളെ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ റീസെന്റ് കുറേ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്, വണ്ടിയുടെ കാര്യങ്ങളിലൊക്കെ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ചെറുക്കൻ്റെ വണ്ടി, ഇതാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് പണിയായിട്ടുണ്ട്. വേറൊന്നുമല്ല, ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ ചെറുക്കൻ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. കേബിൾ കണ്ടുപിടിക്കുന്നുണ്ടോ, പൊട്ടി ഇങ്ങ് വന്ന് അകത്തുനിന്ന് എല്ലാം വലിഞ്ഞിങ്ങ് വന്നു. അപ്പോൾ ഈ വണ്ടിയുടെ കേബിൾ ഒന്ന് വാങ്ങും. അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഒരുപാട് പണികളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. മീൻസ് ഇതണക്ക് ഫെയറിങ് കാര്യങ്ങളൊക്കെ വരുന്ന, കിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികൾ, പിന്നെ നമ്മുടെ ടു സ്ട്രോക്ക് ബൈക്ക് കാര്യങ്ങൾ. ഇപ്പോൾ വിദേശത്തോട്ട് പോകുന്ന നമ്മുടെ ചേട്ടന്മാരുടെയൊക്കെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ അവരെയൊക്കെ നോക്കി ആ വണ്ടിയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ആ വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തും പിന്നെ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ, യൂട്യൂബറാണ്. അപ്പോൾ അങ്ങോട്ട് കയറ്റണം, അവിടെ കയറ്റിയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞെങ്കിൽ ആഗ്രഹിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോകാം. അല്ലോ ഈ ബെൻഡ് ഉള്ളതെന്ന് അറിയാൻ വയ്യ, എയർ ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി എന്തായാലും ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കയറ്റി നമുക്ക് ചെറുക്കൻ്റെ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾസ് ഒക്കെയാണ് ഇത്. എന്നുവെച്ചാൽ നമ്മൾ ടൂൾസ് ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി ടൂൾസൊക്കെ എൻ്റെ വീട്ടിൽ ഇരിക്കുക, ഞങ്ങൾ എടുത്തില്ല. എന്നുവെച്ചാൽ പെട്ടെന്ന് ചെറിയൊരു വർക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ടൂളൊക്കെ മതിയായി. ഇനി എന്തായാലും വർക്കിലോട്ട് പോകാം. ഇനി ഇവിടെ മൊത്തം വരവും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സീറ്റ് ഊരി മാറണം കേട്ടോ. ഇത് ഫുള്ളോട് സെറ്റ് ഊരി മാറണം. ഫുള്ളോന്ന് വെച്ചാൽ 4 ബോൾട്ട്, 10ന്റെ 4 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ 4 ബോൾട്ട് അങ്ങ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ളായിട്ട് ഇളകി വരും. അപ്പോൾ ഇതങ്ങ് ഊരി മാറ്റി വെച്ചിട്ട് ബാക്കി അകത്താണ്, നമ്മുടെ കേബിളും കാര്യങ്ങളൊക്കെ അകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഊരാം. അപ്പോൾ ഗൈസ്, നമ്മളാണ്ട് 4 ബോൾട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്താണ്ടേ ഉണ്ടോ, ചെറിയൊരു ഇത് വരും. ഇനി പെയ്യെ ഈ സാധനം നമുക്ക് പെയ്യെ എടുത്ത് അങ്ങോട്ട് മാറ്റിങ്ങ് വെക്കാം. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു കപ്ലിംഗ് ഉണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ 2 കേബിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ ഇപ്പം ഈ സീറ്റ് കൂടി മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ. അല്ല, കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ കേബിൾ ഇവിടുന്ന് പൊട്ടി അതിൻ്റെ ഫുള്ള് കേബിൾ വലിഞ്ഞിങ്ങ് വന്നേക്കുക. അതിനകത്തുനിന്ന് ഊരി വന്നു, നമ്മുടെ കേബിളിൻ്റെ ഇതിനകത്തുനിന്ന് ഊരി ഇങ്ങ് വന്നു, ഫുള്ള് ഊരി വന്നു. നമുക്ക് കേബിൾ ഊരി എടുക്കണം. നമ്മൾ സീറ്റൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയതിൻ്റെ ട്യൂബ് ഉണ്ട്, അപ്പോൾ അത് ഊരണം. അതുകൊണ്ട് ഇവിടെ 12 ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതങ്ങ് ലൂസാക്കി എടുത്താൽ മതി. അല്ലാതെ നമ്മൾ കണ്ട ഈ ഫെയറിങ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഊരണ്ട. ഞാൻ സിമ്പിൾ പരിപാടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോൾട്ട് 12ന്റെ ബോൾട്ട് അതങ്ങ് ഊരണം. ബോൾട്ടും ഊരി മാറ്റണ്ടേ, ഇങ്ങനെ വരും. നല്ലത് കണ്ടോ, ഫുള്ള് ലൂസാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയ കേബിൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ കേബിൾ ജസ്റ്റ് ഇവിടെ നിന്ന് ടാഗ് ചെയ്യുക. ഈ കേബിൾ ഇതാണ് കേബിൾ. ഇതിപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് 260 എൻഡോർക്കിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് 260 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ കേബിൾ എടുത്ത് ഇതിൻ്റെ തുമ്പ് ഇവിടെ ടാഗ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഇൻസുലേഷൻ വെച്ച് ടാഗ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വലിക്കുമ്പോഴത്തേക്കും ആ സാധനം കറക്റ്റ് ഇവിടെ കയറി വരും, മറ്റേ തുമ്പ് അവിടെ കയറി. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കേബിൾ. നമുക്ക് കീറേണ്ടി വരും. വല്ലവന് പുല്ലും ആയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുധം കല്ല് കടിക്കുക, വരിക്ക് കീറുക. അതിൻ്റെ കൂടെ ചെറിയൊരു ക്ലാപ്പൂടെ ഉണ്ടേ, അത് കേബിളിന് തീരാനുള്ളതാണ്. നമ്മുടെ കേബിളിൻ്റെ ഈ അറ്റത്തിടാനുള്ളതാണ് കണ്ടത്. ഈ ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു ലോക്കാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ വെക്കണം. ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ എടുത്തിട്ട് കേബിൾ ടാഗ് ചെയ്ത്. പിന്നെ കേബിൾ ടാഗ് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ വലിയൊന്നും വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കുരുങ്ങി പറഞ്ഞ് അതിൻ്റെ അകത്തിരിക്കും. നമ്മൾ പെയ്യെ വലിച്ചെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഒറ്റ വലിച്ചാൽ ചിലപ്പോൾ നമുക്കത് കിട്ടാൻ പാടാം. അപ്പോൾ ഗൈസ്, നമ്മളവിടെ കേബിൾ കയറ്റിയിട്ടുണ്ട്. കേബിൾ കയറ്റിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കിറ്റ് ഉണ്ടല്ലേ, ഈ ഒരു കിറ്റ് നമ്മൾ ഊരണം. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു 8ന്റെ ബോൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് ഈ ഒരു പീസ് ഇത്ര റിമൂവ് ചെയ്തിട്ട് നമുക്ക് കേബിൾ ഇവിടെ ആദ്യം കൊടുത്തിട്ട് വേണം പിന്നെ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഫ്രണ്ട് കിറ്റ് ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ല ഡസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നമ്മുടെ പൊടി വീഴുന്നുണ്ട്. അപ്പോൾ ഇടുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നട്ട് ഊരിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും ഇടാവും. അല്ലാതെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ടൈറ്റും കാര്യങ്ങളും കണ്ടു
ഗൈസ് എന്നാണ് നമ്മൾ ആക്സിലേറ്റർ ഫുള്ളായിട്ട് ഊരെടുത്തുണ്ട് കണ്ടോ, പരിതാപകരമാണ്. ഫുള്ള് തുരുമ്പ് കണ്ടോ, ഡസ്റ്റ് കയറി നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആക്സിലേറ്റർ കയറ്റിയിട്ട് അത്ര സ്മൂത്തും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളാണ്ട് കുറച്ച് ഡീസൽ വെച്ചിട്ടുണ്ട്. ഇത് ഡീസലാണ്, ഒരു ക്യാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ആ ഡീസൽ നൈസായിട്ടൊന്ന് കഴുകി എടുക്കാം നല്ല രീതിയിൽ. അതിൻ്റെ അത് നല്ല ഡസ്റ്റ് ഉണ്ട്, അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലത്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ കണ്ട WD-40 ഒക്കെ അടിച്ച് അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഉണ്ടായി നിങ്ങൾ ഇച്ചിരി പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ പേപ്പർ തീർന്നു പോയി, നമ്മൾ ജസ്റ്റ് കണ്ട ഈ സ്പാനർ ഇട്ട് ചുമ്മാ ഒന്ന് പിടിക്കുക. കണ്ടത് കണ്ടോ, ഡസ്റ്റ് ഉണ്ടോ, നന്നായി ഡസ്റ്റാണ് ഗൈസ്. ഫുള്ളൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങണം. നമ്മൾ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കയറി പിടിക്കും. ജാമായി കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ കേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആക്സിലേറ്റർ കേബിളൊക്കെ ഫുൾ ഇട്ടു. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടായി കാണിച്ചു തരാം. മനസ്സിലാവുമല്ലോ. കണ്ടോ, ഈ ഒരു ലൂസ് എപ്പോഴും വേണം. ഈ കേബിളിൻ്റെ കൂടെ ഈ ഒരു ചെറിയൊരു ലൂസ് കൂടെ വേണം. അപ്പോൾ ഫുള്ള് കണ്ടോ, ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ബാക്കി ഫുള്ള് വണ്ടി ഓൾമോസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ എൻഡോർക്കൊക്കെ ഉള്ള എല്ലാത്തും പറയാൻ വേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ മിറർ കണ്ടോ, ഒരു വല്ലാത്തൊരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ചിലവർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ എൻഡോർക്കുള്ളവർക്കൊക്കെ ഈ ബാറിന്റെ മിറർ ഉണ്ടല്ലേ, ബാറിന്റെ മിററൊക്കെ ഇച്ചിരി ലുക്കായിരിക്കും. ഇത് പിന്നെ നമ്മുടെ ചെറുക്ക് ഇതിനകത്ത് നേരത്തെ വെച്ചിരുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് റീഫിൽ ചെയ്ത് കൊടുത്തത്, ഫിറ്റിംഗ് ചെയ്തത്. ഇല്ലെങ്കിൽ ചെയ്യത്തില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അല്ലാതെ ബാറിന്റെ മിറർ എല്ലാം വെക്കാനേ പറത്തുള്ളൂ. അതാണെങ്കിൽ ഇച്ചിരി എന്താ പറയുക, ഒരു ലുക്കും ഒരു എടുപ്പൊക്കെ ഉണ്ട് സാധനം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവർക്കിൻ്റെ മിററും കാര്യങ്ങൾ വെച്ചു. പിന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയാൻ വയ്യ, നമ്മൾ ഇതിനകത്തൊരു ഇൻഡിക്കേറ്ററിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ ചെറുക്കൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചെയ്ത സാധനമാണ്. കണ്ടേ, ഈ DRL ഇതിനകത്ത് കൊടുത്താണ് ഇൻഡിക്കേറ്റർ. ഇത് അവൻ കൊണ്ട് മറിഞ്ഞ് വീണതാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടാതെ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം. അപ്പോൾ എന്നെ DM കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നൈസ് ലുക്കല്ലേ, ചെറുക്കൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഇപ്പം നല്ല കണ്ടീഷനായിരിക്കും വണ്ടി. പിന്നെ കുറച്ച് ഓരവും കാര്യങ്ങളൊക്കെ അതൊക്കെ പെയ്യെ കൊണ്ട് മാറ്റണമെന്ന് ചെറുക്കൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യും. ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് കാണിച്ചു തരാം, വണ്ടി ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആക്സിലേറ്ററിന്റെ സ്മൂത്തും കാര്യങ്ങളും. അപ്പോൾ നൈസ് സ്മൂത്തായിട്ട് ചെയ്യാം വണ്ടി. കണ്ടോ, ജസ്റ്റ് കൈ കൊടുത്താൽ മതി. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കൈ കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ, നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞല്ല, നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇനി ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇതാവും. അപ്പോഴത്തേക്കും വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് വീഡിയോയും കാര്യം ഇടാൻ പറ്റിയില്ല 2023 ആയപ്പോൾ. എന്ന് വെച്ചാൽ എൻ്റെ അവസാനത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലെൻഡറിലേക്ക് നമ്മുടെ മോക്കോടെ വീഡിയോ ആയിരുന്നു ഇട്ടത്. എന്ന് വെച്ചാൽ മൈലേജ് ടെസ്റ്റിൻ്റെ. അത് കഴിഞ്ഞ് ഏതാണ്ട് 9-10 മാസം അടുപ്പിച്ചാണ് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കണക്ക് എനിക്കൊരു ചെറിയൊരു അഫയർ ഒക്കെ ഉണ്ടായി. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഫുള്ള് നമ്മൾ വീഡിയോസ് ഇങ്ങനെയുള്ള വർക്ക് കാര്യങ്ങൾ പിന്നെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ എല്ലാം നിങ്ങൾ ഫുള്ള് പവറായിട്ട് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ.